അത്യാധുനിക ഖര ഇന്ധന ബാലിസ്റ്റിക് മിസൈലായ ഖൈബർ ഷിക്കാൻ അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നേരിടുന്ന പരിമിതികൾ പ്രമുഖ അമേരിക്കൻ പത്രമായ വാൾ സ്ട്രീറ്റ് ജേർണൽ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് എന്നിവ പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ്. അതിവേഗം തൊടുത്തുവിടുത്താൻ സാധിക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ ഖൈബർ ഷെയ്ക്കാൻ മിസൈലുകൾ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഏറ്റവും അത്യാധുനിക പ്രതിരോധ വലയങ്ങളെ പോലും വെല്ലുവിളിക്കാൻ പ്രാപ്തമാണെന്ന് വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് അടിവരയിടുന്നു. സാങ്കേതികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന US നിർമ്മിത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ ഇറാന് സാധിക്കുന്നു എന്നത് പെന്റഗണിനെയും പാശ്ചാത്യ സൈനിക നിരീക്ഷകരെയും ഒരുപോലെ അമ്പരിപ്പിച്ചിരിക്കുകയാണ്. സാങ്കേതിക മികവിനേക്കാൾ തന്ത്രപരമായ ഏകോപനമാണ് ഇറാനിടെ പുറത്തെടുക്കുന്നത്. അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയ്ക്കൊപ്പം ഡ്രോണുകളും കുറഞ്ഞ ചെലവിലുള്ള മറ്റ് മിസൈലുകളും ഒരുമിച്ച് ഉപയോഗിച്ച ശത്രുവിന്റെ ഇന്റർസെപ്റ്റർ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കുന്ന രീതിയാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിടുന്നതിലൂടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി പൂർണ്ണമായും തളർത്താൻ ഇറാന് സാധിക്കുന്നു. ഇറാന്റെ മിസൈൽ ശേഷിയും ഉൽപാദന കേന്ദ്രങ്ങളും വലിയ രീതിയിൽ തകർത്തുവെന്ന അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും മുൻകാല അവകാശവാദങ്ങളെ പൂർണ്ണമായും തിരുത്തുന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രഹരങ്ങളെ പ്രതിരോധിച്ച ഭൂഗർഭ മിസൈൽ താവളങ്ങളും ഉൽപാദന ശൃംഖലകളും പുനർനിർമ്മിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞു എന്നത് വലിയൊരു നയതന്ത്ര വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ മിസൈൽ വ്യൂഹത്തിൽ ഏറ്റവും അപകടകാരിയായ ഒന്നായി മാറിയിരിക്കുകയാണ് ഖൈബർ ഷിക്കാൻ. ഖര ഇന്ധനം ഉപയോഗിക്കുന്നതിൽ ദ്രാവക ഇന്ധന മിസൈലുകളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് ഇത് വിക്ഷേപിക്കാൻ സാധിക്കും. തീവ്രമായ വേഗതയും അന്തരീക്ഷത്തിൽ വെച്ച് ദിശ മാറ്റാനുള്ള ശേഷിയും ഖൈബർ ഷിക്കാൻ മിസൈലുകളെ പ്രതിരോധിക്കാൻ പ്രയാസമുള്ളതാക്കി മാറ്റുന്നു. അമേരിക്കൻ നിർമ്മിത പേട്രിയറ്റ്, താഡ് തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിക്കാൻ ഈ പ്രത്യേകത ഇവയെ സഹായിക്കുന്നു. സങ്കീർണവും കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്നതുമായ അമേരിക്കൻ ഇന്റർസെപ്റ്റർ മിസൈലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇറാന്റെ ഖൈബർ ഷിക്കാൻ നിർമ്മാണ ചെലവ് കുറഞ്ഞതാണ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ മിസൈലുകൾ നിർമ്മിച്ച് പ്രയോഗിക്കുക എന്ന ഇറാനിയൻ തന്ത്രം സാമ്പത്തികമായും അമേരിക്കയെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നു. ഒരൊറ്റ ഇന്റർസെപ്റ്റർ മിസൈൽ വിക്ഷേപിക്കാൻ അമേരിക്കയ്ക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവാകുമ്പോൾ ഇറാൻ വിക്ഷേപിക്കുന്ന ചെലവ് കുറഞ്ഞ മിസൈലുകളെ തടയാൻ വൻതോതിൽ ഫണ്ട് ഉപയോഗിക്കേണ്ടി വരുന്നത് US പ്രതിരോധ തന്ത്രങ്ങളിലെ പ്രധാന പാളിച്ചയായി മാറുന്നു. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ വ്യോമാധിപത്യവും നയതന്ത്ര മേൽക്കൈയും നിലനിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ ഈ പുതിയ യുദ്ധതന്ത്രങ്ങൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. മേഖലയിലുള്ള US സൈനിക താവളങ്ങളും സഖ്യരാജ്യങ്ങളും ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ വരുന്നത് സുരക്ഷാ ആശങ്ക ഇരട്ടിയാക്കുന്നു. ഇറാൻ തങ്ങളുടെ ഭൂഗർഭ സൈനിക താവളങ്ങൾ കൂടുതൽ ആഴത്തിലും സുരക്ഷിതമായും പുനർനിർമ്മിച്ചു എന്ന വാർത്ത പെന്റഗണിന്റെ ആസൂത്രണങ്ങളെയും അട്ടിമറിച്ചിട്ടുണ്ട്. ഉപഗ്രഹങ്ങൾക്കോ സാധാരണ വ്യോമാക്രമണങ്ങൾക്കോ തകർക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇറാന്റെ മിസൈൽ നഗരങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റഷ്യയും ചൈനയുമായി ഇറാൻ പുലർത്തുന്ന സാങ്കേതിക സഹകരണവും മിസൈൽ വികസനത്തിന് വേഗത കൂട്ടിയിട്ടുണ്ടെന്ന് വിദേശ നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ആഗോള ശക്തികളുടെ ഉപരോധങ്ങളെ മറികടക്കാൻ ഇത്തരം പങ്കാളിത്തങ്ങൾ ഇറാന് സഹായകരമായിട്ടുണ്ട്. ആധുനിക യുദ്ധമുറകളിൽ പരമ്പരാഗത തന്ത്രങ്ങളെക്കാൾ പ്രയോജനം ചെയ്യുന്നത് സമഗ്രവും ചെലവ് കുറഞ്ഞതുമായ പ്രിസിഷൻ ഗൈഡഡ് ആയുധങ്ങളാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. സാങ്കേതികമായി അത്യാധുനികമായ US സേനയ്ക്ക് പോലും ഇത്തരം അസമമായ യുദ്ധമുറകൾക്ക് കൃത്യമായ മറുപടി നൽകാൻ സാധിക്കുന്നില്ല. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതികൾ പുറത്തു വന്നതോടെ അമേരിക്കൻ സഖ്യകക്ഷികളായ രാജ്യങ്ങൾ തങ്ങളുടെ സ്വയം പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് ആശങ്കാകുലരാണ്. അമേരിക്ക നൽകുന്ന സുരക്ഷാ ഗ്യാരണ്ടികളിൽ അവർക്ക് മുൻപത്തേക്കാൾ സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇറാന്റെ മിസൈൽ ശേഷി കുറഞ്ഞുവെന്ന തെറ്റായ വിലയിരുത്തലുകൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വീഴ്ചയായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ കാണപ്പെടുന്നത്. ഇറാന്റെ യഥാർത്ഥ സൈനിക ശേഷിയെ കണക്കാക്കുന്നതിൽ വാഷിംഗ്ടണിന് പിഴവ് സംഭവിച്ചുവെന്ന വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് പരോക്ഷമായി വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ നവീകരിക്കാനും പുതിയ ഇന്റർസെപ്റ്റർ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും അമേരിക്ക നിർബന്ധിതരാകും. എന്നാൽ ഇതിനായി ഭീമമായ തുകയും ദീർഘമായ സമയവും ആവശ്യമായി വരും. പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥ ഇറാൻ അനുകൂലമായ രീതിയിൽ മാറി മറിയുന്നതിന്റെ സൂചനകളാണ് നിലവിലെ റിപ്പോർട്ടുകൾ നൽകുന്നത്. പരമ്പരാഗത സൈനിക ശക്തിയേക്കാൾ മിസൈൽ ഡ്രോൺ പ്രതിരോധ ശേഷി മേഖലയിലെ പ്രധാന നിർണായക ഘടകമായി മാറിയിരിക്കുന്നു. ഇറാന്റെ ഈ സൈനിക മുന്നേറ്റം മേഖലയിൽ ഒരു പുതിയ ആയുധ മത്സരത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇറാനെ പ്രതിരോധിക്കാൻ സഖ്യരാജ്യങ്ങൾ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുന്നത് സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ഖൈബർ ഷിക്കാൻ മിസൈലും ഇറാന്റെ തന്ത്രപരമായ യുദ്ധമുറകളും അമേരിക്കൻ പ്രതിരോധ സങ്കല്പങ്ങളെ വലിയ രീതിയിൽ മാറ്റിമറിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ അമേരിക്കയ്ക്ക്
ഇനി പുതിയ സൈനിക നയതന്ത്ര തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും.